രേണുസുധിയുടെ മക്കളുടെ വീടും സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രശ്നം സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയായിരുന്നു. ബിഷപ്പ് നോബിൾ ഫിലിപ്പാണ് കൊല്ലം സുധിയുടെ മരണശേഷം സുധിയുടെയും രേണുവിന്റെയും മക്കൾക്ക് വീട് വയ്ക്കാൻ സ്ഥലം നൽകിയതും. രേണുവും സുഹൃത്തായ സജിനയും ബിഷപ്പിനെതിരെ ചില പരാമർശങ്ങൾ നടത്തിയതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതും. സ്ഥലം തിരിച്ചെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ബിഷപ്പ് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു. പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു എന്നാണ് ഇപ്പോൾ രേണുസുധിയുടെ സുഹൃത്ത് സജിന പറയുന്നത്. രേണുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബിഷപ്പിന് ഞങ്ങളോട് ഒരു വിദ്വേഷവുമില്ല. രേണുവിനെ കുറിച്ച് ഒറ്റ മോശം അഭിപ്രായം അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല. എനിക്കെതിരെ രേണു സംസാരിച്ചിട്ടില്ലെന്നാണ് ബിഷപ്പ് ഞങ്ങളോട് പറഞ്ഞത്. പിന്നെ എന്തിനാണ് കേസ് കൊടുത്തത് എന്ന് ഞങ്ങൾ ചോദിച്ചു. അത് വക്കീൽ നോട്ടീസാണ്. നിരന്തരമായി സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുന്നു എന്നാണ് കേസ്. 3 മാസത്തിന് മുൻപ് എൻ്റെ ലൈവിൽ വന്ന് വിഷപ്പാമ്പ് എന്ന് വിളിച്ചതല്ലാതെ വേറെ എന്തെങ്കിലും രേണു പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ചുറ്റും കൂടിയ മീഡിയകൾ ചോദിക്കുന്ന ചോദ്യത്തിന് രേണു പറഞ്ഞ പൊട്ടത്തരങ്ങളാണ് വ്ളോഗർമാർ ബിഷപ്പിനെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞ് വിവാദമാക്കിയതും. ബിഷപ്പിൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു പയ്യനുണ്ട്. ആ പയ്യൻ്റെ ഫോണിലേക്ക് രേണുവിൻ്റെ ചേച്ചി കോൾ ചെയ്തു. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് കൊണ്ട് അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. അയ്യോ മക്കളെ, അങ്ങനെയൊന്നും ഇല്ലെന്ന് ബിഷപ്പ് പറഞ്ഞു. കുറേ ചാനലുകാരാണ് അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കുന്നതെന്നും പറഞ്ഞു എന്നും സജീന പറയുന്നു.